നേരുന്നു ശുഭയാത്രകൾ. കഴിഞ്ഞ മാസം എൻ്റെ ഒരു സുഹൃത്തിന് ഒരു അനുഭവമുണ്ടായി. തൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണിന് പങ്കെടുക്കാനായി അയാൾ കോഴിക്കോട് നിന്നും പാലക്കാടേക്ക് പോവുകയാണ്. പിറ്റേന്ന് രാവിലെയാണ് ചോറൂണ്. സന്ധ്യ കഴിഞ്ഞ സമയം പെട്ടെന്നാണ് വഴിയിൽ ഒരിടത്ത് യാത്ര തടയപ്പെട്ടത്. വാഹനങ്ങളുടെ നീണ്ട നിര മുന്നിൽ. അയാൾ കാര്യം അന്വേഷിച്ചു. അയ്യപ്പൻ മുളക്കാണ്. 1.5 മണിക്കൂറിലധികം കാത്തിരുന്നിട്ടും വാഹനങ്ങളുടെ നിര ഒരടി മുന്നോട്ട് നീങ്ങില്ല. സഹികെട്ട് പുറത്തിറങ്ങി പരിപാടിയുടെ സംഘാടകരിലൊരാളോട് അയാൾ ഇതെപ്പോൾ തീരും എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് തീരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. അയാൾ മറ്റൊരു വഴിയിലൂടെ യാത്ര തിരിച്ചുവിട്ടു. എങ്ങനെയൊക്കെയോ എൻ്റെ സുഹൃത്തും അയാളുടെ പ്രായമായ അച്ഛനും അമ്മയും പാതിരാത്രി കഴിഞ്ഞപ്പോൾ പാലക്കാടെത്തി. പിന്നീട് ഇതിനെപ്പറ്റി അയാളോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് പോകുന്ന റോഡായിരുന്നു അത്. ദുബായിലേക്കും മറ്റും എത്രയോ വിമാനങ്ങൾ പോകുന്ന സമയമായിരുന്നു അത്. എത്ര പേർക്ക് വിമാനയാത്ര നഷ്ടപ്പെട്ടിരിക്കും അറിയില്ല. ഞാനിത് പറയാൻ കാരണം, വരും മാസങ്ങൾ രാഷ്ട്രീയപരമായും മതപരമായും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരിപാടികൾ നടക്കാൻ പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജാഥകൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു. ഉത്സവങ്ങൾ, നേർച്ചകൾ, പള്ളിപ്പെരുന്നാളുകൾ എല്ലാം ഈ മാസങ്ങളിലാണ്. ഇവയെല്ലാം നല്ലത് തന്നെ, നടക്കേണ്ടതുമാണ്. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളും അമ്പലത്തിൻ്റെയും പള്ളികളുടെയും ഭാരവാഹികളും സാധാരണക്കാരായ യാത്രക്കാരെ മറക്കരുത്. നിങ്ങളുടെ യാത്രകളും ഉത്സവങ്ങളും നേർച്ചകളും കാരണം അവരുടെ വഴി തടയപ്പെടരുത്. രാഷ്ട്രീയമായാലും മതമായാലും എല്ലാ ഘോഷയാത്രകളും റോഡിലൂടെയാണ് എന്നത് നമ്മുടെ കാഴ്ചയായിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ അത് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ റോഡുകൾ വളരെ ചെറുതാണ്. അതിൽ വെറുതെ നിന്നാൽ മതി ഗതാഗതം സ്തംഭിക്കാൻ. പിന്നെ നിറയെ വാഹനങ്ങളും നിയമലംഘനങ്ങളും. എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് സാധാരണക്കാരനായ ഒരു മലയാളി കൃത്യസമയത്ത് ഓഫീസിലും കുട്ടികൾ സ്കൂളിലും മറ്റ് പലവിധ ജോലിക്കാർ അവരുടെ ജോലി സ്ഥലങ്ങളിലും എത്തുന്നത് എന്ന് എത്രയോ തവണ റോഡിൽ കുടുങ്ങി ഷൂട്ടിങ്ങിന് വൈകിയെത്തിയ എനിക്കറിയാം. അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം എത്രയാണ്, സാമ്പത്തിക നഷ്ടവും തൊഴിൽ നഷ്ടവും എത്രയാണ്, ഊർജ നഷ്ടം എത്രയാണ്. ഇത് മാത്രമല്ല കാര്യം, എന്തെല്ലാം പ്രശ്നങ്ങളുമായാണ് ഓരോ മനുഷ്യരും റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ജോലി, രോഗങ്ങൾ, മരണം തുടങ്ങി നമ്മുടെ രക്തത്തിൽ ചെന്ന് തൊടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അത്തരക്കാരെയാണ് രാഷ്ട്രീയവും മതവും ചേർന്ന് മണിക്കൂറോളം റോഡിൽ തടഞ്ഞു വയ്ക്കുന്നത്. റോഡിലിറങ്ങുന്ന മതങ്ങളോടും രാഷ്ട്രീയത്തോടും സാധാരണക്കാരനായ മനുഷ്യൻ ചോദിക്കുന്നത് ഇതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ വിജയാഹ്ലാദങ്ങൾക്കും മതാഘോഷങ്ങൾക്കും വേണ്ടി ഞാൻ എന്തിനാണ് സഹിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ യാത്രയെ തടയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? നിങ്ങളാൽ തടയപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം? ആഘോഷങ്ങൾക്ക് വേണ്ടി പൊതുവായ റോഡുകൾ മുടക്കുന്ന എല്ലാവരും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ലോകത്ത് മറ്റൊരിടത്തും സാധാരണക്കാരൻ്റെ വഴി തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം ഇടപാടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുക എന്നത് അടിസ്ഥാനപരമായി സംസ്കാരമില്ലായ്മ തന്നെയാണ്. സംഘബലമുള്ളതുകൊണ്ട് ഒരിക്കലും വ്യക്തിയെ കാണാതിരിക്കരുത്. രാഷ്ട്രീയം ചിന്തയിലും മതം ആരാധനാലയങ്ങളിലുമാണ് വേണ്ടത്, പൊതുവഴിയിലല്ല. ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനമുണ്ട് എന്ന് പണ്ടുള്ളവർ പറയാറില്ലേ? അതുകൊണ്ട് റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരാൾ എന്ന നിലയിൽ എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. രാഷ്ട്രീയ ജാഥകളും മതാഘോഷങ്ങളും എല്ലാം നമുക്ക് വേണം, പക്ഷെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയുക എന്ന നന്മയോടെ മാത്രം, മറ്റുള്ളവരെ മാനിക്കുക എന്ന സംസ്കാരത്തോടെ മാത്രം. അതറിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് രാഷ്ട്രീയം, മതം? അതുകൊണ്ട് ബഹുമാന്യരായവരെ, നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ. ഒപ്പം ഒരുപാട് ജീവിത പ്രശ്നങ്ങളുമായി ജനങ്ങൾ കടന്നു പോയിക്കൊള്ളുകയും ചെയ്യട്ടെ. അവരെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചതുകൊണ്ട് ആരും കേമന്മാരാകുന്നില്ല. അവരുടെ വഴി തടയാത്തതുകൊണ്ട് നിങ്ങൾ ചെറിയവരുമാകുന്നില്ല. നിങ്ങളുടെ വലിപ്പം കൂടുകയേ ഉള്ളൂ. ആ വലിപ്പം കേരളത്തിൻ്റെ കൂടി വലിപ്പമാകും. ശുഭയാത്രകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം മോഹൻലാൽ.